എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് കേരള സ്റ്റൈലിലുള്ള ജിലേബി വളരെ ഈസി ആയിട്ട് എങ്ങനെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. നമ്മുടെ കേരള സ്റ്റൈലിലുള്ള ജിലേബിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നല്ല ജ്യൂസിയാണ്, നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ഈ ഒരു ജിലേബി നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിനു മുൻപ് മറ്റൊരു ജിലേബിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇതുവരെ കണ്ടു നോക്കിയിട്ടില്ലാത്തവർ കണ്ടു നോക്കണം. അപ്പോൾ അധികം താമസിയാതെ ഈ ഒരു ജിലേബി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു ജിലേബി തയ്യാറാക്കി എടുക്കാനായിട്ട് നമ്മൾ 1 കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. ഈ ഉഴുന്ന് 1.5 മണിക്കൂർ നേരം കുതിർത്തതിന് ശേഷം വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലാണ് ഇപ്പോൾ അരയ്ക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഗ്രൈൻഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ അരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അരയ്ക്കുമ്പോൾ നമ്മൾ ഇത് വെള്ളം ഒഴിക്കാതെ ഇത് അരയ്ക്കാനായിട്ട് വലിയ പാടാണ് മിക്സിയിൽ. അപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു മാവ് നല്ല കട്ടിയിലാണ് വേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് ജിലേബി ആ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതിപ്പോൾ നല്ല കട്ടിയിൽ ഉള്ളൊരു മാവാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ജിലേബി അരച്ച് അപ്പം തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ജിലേബി നമ്മൾ അരയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട പഞ്ചസാര നമുക്ക് പാനിയാക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ മാവ് ഇപ്പം എല്ലാം ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കളറ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കളറ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കളറ് ചേർത്ത് കൊടുക്കുന്നത്. വീട്ടിൽ തയ്യാറാക്കുമ്പോൾ കളർ ചേർക്കണമെന്നൊരു നിർബന്ധമില്ല. അപ്പോൾ ഇത് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് മാവ് എടുത്തതിന് ശേഷം ഇത് കളർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഓറഞ്ച് കളറിലാണ് ഈ ഒരു ജിലേബി ചെയ്തെടുക്കുന്നത്. അതുപോലെ നമ്മൾ ഇതുപോലെ ഒരു സ്പൂണിൽ എടുത്തിട്ട് അത് താഴേക്ക് ഇടാൻ ശ്രമിക്കുമ്പോൾ അത് താഴേക്ക് വീഴരുത്. അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു പരുവെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു സ്പാറ്റില വെച്ചിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കളർ ചേർക്കാൻ പോവാണ്. അപ്പോൾ കളർ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാവ് ഒരു പാത്രത്തിലാക്കിയിട്ട് ഇതിലേക്ക് കളറിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓറഞ്ച് കളറിലുള്ള കളറാണ് ചേർക്കുന്നത്. ഓറഞ്ചോ യെല്ലോയോ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ പൗഡർ രൂപത്തിലുള്ള കളറാണ് ചേർക്കുന്നത്. അപ്പോൾ അതിൽ 2-3 നുള്ള് കളറ് ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കളറെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു മാവിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി കളറ് കുറച്ചുകൂടെ വേണം തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഒരുപാട് കളറിൻ്റെ ആവശ്യമില്ല. ഈ ഒരു കളറ് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഒന്നുകൂടി നല്ല കളറാവും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നിങ്ങൾ വെള്ളത്തിൻ്റെ രൂപത്തിലുള്ള കളറാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ മാവ് ഒരുപാട് ലൂസായി പോവും. അതുകൊണ്ട് എപ്പോഴും ഈ ഒരു റെസിപ്പിയിൽ പൗഡർ പോലത്തെ കളറ് ചേർക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാറ്റർ റെഡിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പഞ്ചസാര എങ്ങനെയാണ് ലൈനിയാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് പഞ്ചസാര ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പാനിയാക്കി എടുക്കണം. അപ്പം 2 കപ്പ് പഞ്ചസാരയ്ക്ക് ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ പഞ്ചസാര മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് പാനിയാക്കി എടുക്കാം. പാനിയാക്കുമ്പം ഒരുപാട് നൂൽപ്പരുവത്തിലാവണമെന്നില്ല. പക്ഷേ നൂൽപ്പരുവത്തിന് തൊട്ട് മുന്നുള്ള ആ ഒരു പരുവാണ് ഈ ഇത് ആകേണ്ടത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് പഞ്ചസാര ഒന്ന് പാനിയാക്കി എടുക്കാം. പഞ്ചസാര ഇപ്പോൾ പാനിയായി വന്നിട്ടുണ്ട്. അത് കയ്യിലിപ്പോൾ ഒട്ടുന്നൊരു പരുവായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് ചെറിയ തീയിലാക്കിയിട്ട് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക്
വറക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ ജിലേബി ഉണ്ടാക്കുമ്പോൾ കുറച്ച് വീതിയുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചുറ്റിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പഞ്ചസാര ലായനി ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് റോസ് എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ റോസ് എസൻസ് നമുക്ക് കടയിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ പിങ്ക് റോസ് എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ നല്ലൊരു പ്രത്യേക സ്മെല്ലാണ്. അപ്പോൾ ബേക്കറികളിലൊക്കെ കിട്ടുന്ന അതേ സ്മെല്ലിൽ നമുക്ക് ഇത് കിട്ടും. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂണാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ചെറിയ തീയിലിട്ട് മറ്റൊരു അടുപ്പിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒരു സിപ്പ് ലോക്ക് കവറിലാണ് ഞാനിപ്പോൾ ആക്കുന്നത്. സിപ്പ് ലോക്ക് കവറുകളിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ട്യൂബ് ഉണ്ടെങ്കിലോ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈപ്പിംഗ് ബാഗുകളിലും ആക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ജിലേബി തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു വീതിയുള്ള പാത്രത്തിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു സിപ്പ് ലോക്കിൻ്റെ അറ്റം കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരുപാടങ്ങ് കട്ട് ചെയ്തത് കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ചുറ്റിച്ചെടുക്കാം. എണ്ണ ചൂടായി കിടക്കുകയാണ്. ഒരുപാടങ്ങ് ചൂടിലാകരുത്, മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ചെയ്തെടുക്കാൻ. അപ്പം ആദ്യം നമ്മൾ ഒരു റൗണ്ട് പോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. വീണ്ടും ഒരു റൗണ്ട് ചുറ്റിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ചെയ്യാം. ഇപ്പോൾ ഒരു പെർഫെക്റ്റ് ജിലേബിയുടെ ഷേപ്പിൽ ഇത് വന്നിട്ടുണ്ട്. ഒരുപാട് എണ്ണയിൽ അങ്ങ് ഇടുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്കത് ചുറ്റിച്ചു കൊടുക്കാൻ പറ്റില്ല. ഈ ഒരു മാവ് പൊങ്ങിപ്പോവും. അപ്പോൾ ഒരുപാട് ഇതിൽ എണ്ണ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും അളവിൽ വെച്ചാൽ മതി. അപ്പോൾ ഒരേ സമയം നമുക്ക് 3-4 എണ്ണം നമുക്കിതിൽ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ വലിയ ജിലേബി വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞി ജിലേബി ആയിട്ടും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പം ജിലേബി 2 സൈഡും തിരിച്ചു മറിച്ചു വിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം ഇതേ സമയം തന്നെ നമ്മൾ മറ്റൊരു അടുപ്പിൽ നമ്മുടെ പഞ്ചസാര പാനി ചെറിയ ചൂടിലവിടെ കിടപ്പുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ജിലേബി ഈ എണ്ണയിൽ നിന്നും എടുത്തിട്ട് ഡയറക്റ്റായിട്ട് പഞ്ചസാര പാനിയിലേക്ക് ഇടുക. പഞ്ചസാര പാനി ചൂടായിട്ട് തന്നെയാണ് വേണ്ടത്. പഞ്ചസാര പാനി ചൂടായിട്ടാണ് കിടക്കേണ്ടത്. എങ്കിൽ മാത്രമേ ആ ഒരു പഞ്ചസാരയൊക്കെ ഈ ഒരു ജിലേബിക്ക് ഉള്ളിലേക്ക് ഇറങ്ങുള്ളൂ. അപ്പം ജിലേബി ചൂടോടെ തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ തിരിച്ചു മറിച്ചു വിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഈ ഒരു പഞ്ചസാര ലായനി ഒന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം ആ തവി അതിൻ്റെ മുകളിലായിട്ട് വെക്കുക. അപ്പോൾ അത് മുങ്ങിക്കിടക്കും. അപ്പം നമ്മൾ അടുത്ത ജിലേബി തയ്യാറാക്കുന്ന സമയം ഇതിൽ മുങ്ങിക്കിടക്കും. അത്രയും സമയം ഇത് മുങ്ങിക്കിടത്തിയാലും മതിയാകും. അപ്പോൾ ഇനി അടുത്ത സെറ്റ് ജിലേബി നമുക്കിതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യം ഇതിൽ സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന ജിലേബിയൊക്കെ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ പഞ്ചസാര പാനി എടുക്കുമ്പോൾ ചെറിയ കുഴിയുള്ള പാത്രത്തിൽ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ജിലേബി അതിൽ നന്നായിട്ട് മുങ്ങിക്കിടക്കും. പരന്ന പാത്രത്തിൽ എടുക്കുകയാണെങ്കിൽ ഒരുപാട് പാനി വേണ്ടി വരും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചെറിയ പാത്രത്തിൽ വെക്കുക. അപ്പോൾ നമ്മുടെ ജിലേബി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ജിലേബി നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് കഴിക്കേണ്ടത്. അപ്പോഴാണ് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക. നിങ്ങൾ ഉണ്ടാക്കി നോക്കി ഒന്ന് തണുത്തിട്ട് നിങ്ങളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടുത്ത ദിവസം എടുത്ത് കഴിക്കുകയാണെങ്കിൽ അടിപൊളി ജിലേബിയാണ്. അപ്പോൾ എല്ലാം ഇതുപോലെ നമ്മൾ സോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 1 കപ്പ് ഉഴുന്ന് വെച്ചിട്ട് നമുക്ക് ഞാനിവിടെ ഒരു 29 ജിലേബിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ 15ഓളം വലിയ ജിലേബിയും അതുപോലെ തന്നെ ബാക്കിയെല്ലാം കുഞ്ഞ് ജിലേബിയാണ്.
അപ്പോൾ നമുക്ക് ഒരുപാട് ജിലേബി കിട്ടും 1 കപ്പ് ഉഴുന്ന് വെച്ചിട്ട്. എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ജിലേബി തയ്യാറാക്കിയത് മുത്തിൻ്റെ ബർത്ത്ഡേക്കാണ്. അപ്പോൾ എല്ലാ പ്രാവശ്യവും കേക്കാണ്, പക്ഷേ കേക്കും ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം മുത്തിൻ്റെ ബർത്ത്ഡേ വീക്ക് ഡേയിലാണ്. അപ്പോൾ കേക്ക് ഉണ്ടാക്കാനും കട്ട് ചെയ്യാനുള്ള സമയം തീരെയില്ല. അതുകൊണ്ട് നമ്മൾ വീക്കെൻഡിലാണ് കേക്ക് കട്ടിംഗ് ഒക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ കേക്കിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്യാം. കേക്ക് ഏത് വേണമെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഈ ജിലേബി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്